തിരുവനന്തപുരം കിളിമാനൂരിൽ താർ ഇടിച്ച് ദമ്പതിമാർ മരിച്ച സംഭവത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത പോലീസ്. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നത് ആരോപിച്ച് പ്രതിഷേധിച്ച 9 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ ഈ മട്ടിലൊരു ഒത്തുകളിയുണ്ടെന്ന് ഇവർ ആരോപിക്കാനുള്ള കാരണം എന്താണ്? 2 തരത്തിൽ പ്രതിഷേധിച്ചവരെക്കെതിരെ കേസെടുക്കുമ്പോൾ എന്ത് സന്ദേശമാണ് പോലീസ് നൽകുന്നത്? റിനു ശ്രീധറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ് അഗൈൻ. ഈ പ്രതിഷേധിച്ച 9 പേർക്കെതിരെ കേസെടുക്കുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് പോലീസ് നൽകുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. കിളിമാനൂരിൽ ദമ്പതിമാർ അപകടത്തിൽപ്പെട്ട് മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വലിയ രീതിയിൽ ഒത്തുകളിക്കുന്നു എന്നുള്ളത് 24 തന്നെയാണ് വാർത്ത പുറത്ത് കൊണ്ടുവന്നത്. ഇന്നലെ രണ്ടാമതായി മരിച്ച ഭർത്താവ് രജിത്തിന്റെ മൃതദേഹവും പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. ഇതിൽ ആണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോലീസ് കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയും അതുപോലെ തന്നെ അല്ലാതെ 9 പേർക്കെതിരെയും നേരിട്ട് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോലീസിന്റെ ഈ ഒത്തുകളി പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് എത്തുകയും നാട്ടുകാർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണം നേരിട്ട് തന്നെ ഡിവൈഎസ്പി നടത്തുകയാണ്. 2 പ്രതികളെയാണ് ഇനി പിടികൂടാൻ ഉള്ളത്. ഈ 2 പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. അവർ കേരളം തന്നെ വിട്ടിരിക്കാം എന്നുള്ളൊരു സംശയമാണ് ഉള്ളത്. എന്തായാലും കഴിഞ്ഞ 4-നാണ് കിളിമാനൂർ പാപ്പാല ജംഗ്ഷനിൽ വെച്ച അംബിക അതുപോലെ തന്നെ രജിത്ത് ദമ്പതികളെ താർ വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നത്. അതിനുശേഷം ഈ അംബികയുടെ ദേഹത്തുകൂടി കയറ്റി ഇറക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 3 പേർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാളെ അന്ന് തന്നെ പോലീസ് പിടികൂടി. മറ്റ് 2 പേർക്ക് എതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇവർ 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് നമുക്കെല്ലാം തന്നെ ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ഒത്തുകളിയുടെ വാർത്ത 24 ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നത്. ഇന്നിപ്പോൾ പോലീസ് ഈ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.